പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. 35-ാം സങ്കീർത്തനം. കർത്താവേ, നീതി നടത്തി തരണമേ. കർത്താവേ, എന്നിൽ കുറ്റം ആരോപിക്കുന്നവനിൽ അങ്ങ് കുറ്റം ആരോപിക്കണമേ. എന്നോട് പൊരുതുന്നവനോട് അങ്ങ് പൊരുതണമേ. കവചവും പരിചയും ധരിച്ച് എന്റെ സഹായത്തിന് വരണമേ. എന്നെ പിന്തുടരുന്നവരെ കുന്തമെടുത്ത് തടയണമേ. ഞാനാണ് നിന്റെ രക്ഷയെന്ന് എന്റെ പ്രാണനോട് അരുളി ചെയ്യണമേ. എന്റെ ജീവൻ വേട്ടയാടുന്നവരെ ലജ്ജിതരും അപമാനിതരുമാക്കണമേ. എനിക്കെതിരെ അനർത്ഥം നിരൂപിക്കുന്നവ ഭ്രമിച്ച് പിന്തിരിയട്ടെ. അവരെ കർത്താവിന്റെ ദൂതൻ ആട്ടിപ്പായിക്കട്ടെ. അവർ കാറ്റിൽപ്പെട്ട പതിര് പോലെയാകട്ടെ. കർത്താവിന്റെ ദൂതൻ അവരെ അനുധാവനം ചെയ്യട്ടെ. അവരുടെ വഴി അന്ധകാരപൂർണവും തെന്നി വീഴുന്നതുമാകട്ടെ. അകാരണമായി അവർ എനിക്ക് വല വിരിച്ചു. കാരണം കൂടാതെ അവർ എന്നെ വീഴ്ത്താൻ കുഴി കുഴിച്ചു. അപ്രതീക്ഷിതമായി നാശം അവരുടെ മേൽ പതിക്കട്ടെ. തങ്ങൾ വിരിച്ച വലയിൽ അവർ തന്നെ കുടുങ്ങട്ടെ. അവർ അതിൽ വീണു നശിക്കട്ടെ. അപ്പോൾ ഞാൻ കർത്താവിൽ ആനന്ദിക്കും, അവിടുത്തെ രക്ഷയിൽ ആനന്ദിച്ച് ഉല്ലസിക്കും. കർത്താവ് എൻ്റെ അസ്ഥികൾ പ്രഘോഷിക്കും. അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? ബലഹീനനെ ശക്തരിൽ നിന്നും ദുർബലനും ദരിദ്രനുമായവനെ കവർച്ചക്കാരിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നു. നീചസാക്ഷികൾ എഴുന്നേൽക്കുന്നു. ഞാൻ അറിയാത്ത കാര്യങ്ങൾ അവർ എന്നോട് ചോദിക്കുന്നു. നന്മയ്ക്ക് പ്രതിഫലമായി അവർ എനിക്ക് തിന്മ തരുന്നു. ഞാൻ നിസ്സഹായനായിരിക്കുന്നു. എന്നാൽ അവർ രോഗികളായിരുന്നപ്പോൾ ഞാൻ ചാക്കുടുത്ത് ഉപവസിച്ച് ആത്മപീഡനമേറ്റു. ശിരസ് നമിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. സുഹൃത്തിനെയോ സഹോദരനെയോ ഓർത്ത് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങയോർത്ത് വിലപിക്കുന്നവനെ പോലെ കരഞ്ഞുകൊണ്ട് തലകുനിച്ചു നടന്നു. എന്നാൽ അവർ എൻ്റെ വീഴ്ചയിൽ കൂട്ടം കൂടി ആഹ്ലാദിച്ചു. ഞാൻ അറിയാത്ത മുടന്തന്മാർ നിർത്താതെ എന്നെ പരിഹസിച്ചു. അവർ എന്നെ ക്രൂരമായി പരിഹസിച്ചു. എൻ്റെ നേരെ പല്ലുറുമി. കർത്താവേ, അങ്ങ് എത്ര നാൾ ഇത് നോക്കി നിൽക്കും? അവരുടെ ആക്രമണങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഈ സിംഹങ്ങളിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ. അപ്പോൾ ഞാൻ മഹാസഭയിൽ അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കും. ജനസമൂഹത്തിൽ ഞാൻ അങ്ങയെ സ്തുതിക്കും. വഞ്ചകരായ എൻ്റെ ശത്രുക്കൾ എന്നെ നോക്കി സന്തോഷിക്കാൻ ഇടയാക്കരുത്. അകാരണമായി എന്നെ വെറുക്കുന്നവ കണ്ണിറക്കാൻ ഇടയാക്കരുത്. അവർ സമാധാനത്തെ പറ്റി സംസാരിക്കുന്നില്ല. ശാന്തമായി താമസിക്കുന്നവർക്കെതിരെ വഞ്ചന നിരൂപിക്കുന്നു. അവർ എൻ്റെ നേരെ വായി പിളർന്നിരിക്കുന്നു. ഹായ്, ഞങ്ങളത് നേരിൽ കണ്ടു എന്ന് അവർ പറയുന്നു. കർത്താവെ, അവിടുന്ന് കണ്ടിട്ടുണ്ടല്ലോ. അവിടുന്ന് മൗനമായിരിക്കരുത്. കർത്താവെ, എന്നിൽ നിന്ന് അകന്നിരിക്കരുത്. എൻ്റെ ദൈവമായ കർത്താവെ, എനിക്ക് നീതി നടത്തിത്തരാൻ ഉണർന്നെഴുന്നേൽക്കണമേ. എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങയുടെ നീതിക്കൊത്ത് എനിക്ക് നീതി നടത്തിത്തരണമേ. അവർ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കരുത്. ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചുവെന്ന് അവർ പറയാതിരിക്കട്ടെ. ഞങ്ങൾ അവനെ വിഴുങ്ങിയെന്ന് അവർ വീമ്പിളക്കാതിരിക്കട്ടെ. എൻ്റെ അനർത്ഥത്തിൽ ആഹ്ലാദിക്കുന്നവ ലജ്ജിച്ച് സംഭ്രമിക്കട്ടെ. എനിക്കെതിരെ അഹങ്കരിക്കുന്നവരെ ലജ്ജയും അപമാനവും പൊതിയട്ടെ. എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവ ആനന്ദിച്ച് ആർപ്പിടട്ടെ. തൻ്റെ ദാസന്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്നവർ എന്നും പറയുമാറാകട്ടെ. അപ്പോൾ എൻ്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും
രാപ്പകൽ ഘോഷിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.